ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ നമ്മുടെ ബന്ധുക്കൾ, പരിചയക്കാർ, മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഖിറം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഇഖ്ലാസിനെ പരിഗണിച്ചുകൊണ്ടാണ്. ഏത് അമല് നമ്മൾ ചെയ്യുകയാണെങ്കിലും, ഇബാദത്താണെങ്കിലും, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും, കുടുംബബന്ധം ചേർക്കലാണെങ്കിലും, അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പരിഗണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിയ്യത്താണ്. എന്ത് ലക്ഷ്യത്തിലാണ്, എന്തുദ്ദേശത്തിലാണ്, ആർക്കു വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുന്നതും അതിന് അള്ളാഹു പ്രതിഫലം നൽകുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പലതവണ പറയുന്നുണ്ട്, തങ്ങൾ ഇത് പറയണം. എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് ഇഖ്ലാസോടുകൂടി ജീവിക്കാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്, ജനങ്ങൾക്ക് നന്മകൾ ചെയ്യാനാണ്. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. ഖുൽ നബിയെ പറയുക, അല്ലാഹ അഅ്ബുദു മുഖ്ലിസൻ, അല്ലാഹുവിന് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടിയാണ്. അത് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം ലക്ഷ്യമാക്കിയാണ്. ലഹു ദീനി, അവനു വേണ്ടി ഞാൻ പരിപൂർണമായും എൻ്റെ അനുസരണയെ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ദീനിനെ സമർപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി മുന്നോട്ടു പോകാനാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്തല്ല, ഇതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട്. എല്ലാ അമലുകളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത് അംഗീകരിക്കപ്പെടുന്നത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇഖ്ലാസും അള്ളാഹുമായിട്ടുള്ള ബന്ധവും ഒക്കെ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാൻ വേണ്ടി പറയുകയാണ്, എന്നോടും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഇബാദത്തുകളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒക്കെ ലക്ഷ്യങ്ങൾ, നിയ്യത്തുകൾ മോശമാകാൻ പാടില്ല. അതാണ് അള്ളാഹു എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും, വനുസുക്കി, എന്റെ ബലികർമ്മവും മറ്റിതര സൽക്കർമ്മങ്ങളും, വമഹ്യ, എന്റെ ജീവിതം തന്നെ, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഞാൻ സമർപ്പിക്കുകയാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതാണ് എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ആദ്യത്തെ മുസ്ലിം ഞാനാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവരിൽ ഏറ്റവും മുന്നിലുള്ളവൻ ഞാനാണ് എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൽപ്പിക്കുന്നുണ്ട്. നമ്മളോടും മുൻകഴിഞ്ഞ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോടും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ സാരാംശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറുതെ അമലുകൾ ചെയ്യുക എന്നതല്ല, മറിച്ച് ആ അമലിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അതിന്റെ നിയ്യത്തും നന്നായി തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അള്ളാഹു അറിയിക്കുന്നുണ്ട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ചൊവ്വായ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ചൊവ്വയെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായ സൽക്കർമ്മങ്ങളും മറ്റുതര ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ പ്രവർത്തിക്കൽ മാത്രമല്ല, മറിച്ച് അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥകൾ നന്നാക്കി തീർക്കേണ്ടതുണ്ട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അനുസരണ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാനാണ് സത്യത്തിൽ അവരോടൊക്കെ നിർദ്ദേശിക്കപ്പെട്ടത്. മുൻകഴിഞ്ഞ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തോടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം അതാണ്. ഹുനഫാ, നേരെ ചൊവ്വേ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമസ്കാരം നിലനിർത്തലാണെങ്കിലും സക്കാത്ത് കൊടുക്കലാണെങ്കിലും ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അള്ളാഹുമായി ബന്ധപ്പെട്ട
നമ്മൾ അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ, പിന്നെ ജനങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ, അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ലക്ഷ്യവും നിയ്യത്തും പ്രത്യേകം പരിഗണനീയമാണ്. അത് അള്ളാഹു നോക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ പ്രകാരം കാണാൻ പറ്റും, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും അള്ളാഹു പരിഗണിക്കുന്നത് മനുഷ്യന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുദ്ദേശത്തിലാണ് മനുഷ്യൻ അത് പ്രവർത്തിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. ഓരോരുത്തരും എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതാണ് അവന് ലഭിക്കുക. ഒരാൾ യാത്ര ചെയ്യുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ വഴിയിൽ, നന്മകളുടെ വഴിയിൽ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് അതിനോട് അള്ളാഹുവിനെ കിട്ടണം, അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടണം, അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയണം, അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റാൻ കഴിയണം എന്നതാണെങ്കിൽ അവൻ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും ലഭിക്കും. ഒരാള് യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും ദുനിയാവ് ലക്ഷ്യമാക്കിയാണ്, ആ സ്ഥലങ്ങളൊക്കെ കാണണം, പിന്നെ എനിക്ക് ഹാജി എന്നുള്ള പേര് കിട്ടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നന്മയുടെ വഴിയിൽ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് എന്നുള്ള പേര് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കണം, മറ്റേതെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ നന്മയുടെ വഴിയിൽ തന്നെ യാത്ര ചെയ്യുമ്പോഴും അവന്റെ ഉള്ളിലുള്ളതെങ്കിൽ എന്തുദ്ദേശത്തിലാണോ അവന്റെ മനസ്സുള്ളത് അത് മാത്രമേ അവന് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളോ അവന് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിയ്യത്ത് നല്ലതാണെങ്കിൽ, നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അള്ളാഹു നമ്മുടെ നിയ്യത്തിന്റെ പേരിൽ മാത്രം നമുക്ക് ഉയർന്ന പ്രതിഫലം നൽകുമെന്നാണ്. ഒരു ഹദീസ് വരുന്നുണ്ട്, ഭൂമിയിൽ 4 വിഭാഗം ആളുകളാണ് ഉള്ളത്. അതിൽ ഒരു വിഭാഗം ആളുകൾ സമ്പത്തും അറിവും നൽകിയ ആളുകളാണ്. അവർക്ക് അറിവുണ്ട്, അതോടൊപ്പം തന്നെ സമ്പത്തും അള്ളാഹു നൽകിയിട്ടുണ്ട്, ഇൽമ്. അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ആഖിറത്തിൽ ഉയർന്ന പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ദീനിയായ അറിവുകളാണ്. അങ്ങനെ ദുനിയാവിൽ മര്യാദയും ചിട്ടയും സംസ്കാരവുമുള്ള നല്ല അറിവുള്ള ഒരു മനുഷ്യൻ, അതോടൊപ്പം അവന് സമ്പത്ത് നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അറിവനുസരിച്ച് ആ മനുഷ്യൻ ആ സമ്പത്ത് നല്ല വഴിയിലാണ് ചെലവഴിക്കുന്നത്. ജനങ്ങൾക്കും തനിക്കും കുടുംബത്തിനുമൊക്കെ ഉപകാരപ്രദമായ മാർഗങ്ങളിലാണ് അവൻ ചെലവഴിക്കുന്നത്. അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. അവന്റെ അറിവിന്റെ പേരിൽ അവന് പ്രതിഫലം ലഭിക്കുകയാണ്, അവന്റെ സമ്പത്തിന്റെ പേരിൽ അവന് പ്രതിഫലം ലഭിക്കുകയാണ്. രണ്ടാമത്തെ മനുഷ്യൻ, അവന് അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ല. ആ അറിവനുസരിച്ച് അവൻ പരമാവധി നന്മകൾ ചെയ്യുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സമ്പത്ത് നൽകപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ ആളെ പോലെ ഞാനും നല്ല വഴിയിലൊക്കെ ചെലവഴിക്കും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൊക്കെ ചെലവഴിക്കും എന്നൊരാൾ ആത്മാർത്ഥമായി അവന്റെ അറിവിന്റെ പേരിൽ അവൻ നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അവന്റെ ആ നിയ്യത്തിന്റെ പേരിൽ മാത്രം അവൻ മറ്റവനെ പോലെ തന്നെയാണ് നാളെ ആഖിറത്തിൽ. അഥവാ അറിവും സമ്പത്തും നൽകപ്പെട്ട ആള് അതേ പ്രതിഫലമാണ് ഈ അറിവ് മാത്രം നൽകപ്പെട്ട ആൾക്കും നാളെ ഉള്ളത്. കാരണം അവന്റെ നിയ്യത്തിന്റെ പേരിലാണ്, അവന്റെ ഉദ്ദേശത്തിന്റെ പേരിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മൂന്നാമത്തെ ഒരാള്, അവന് സമ്പത്ത് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അറിവ് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് തോന്നിയ മാസങ്ങളിൽ, തിന്മകളിൽ, വഴികേടുകളിൽ, ഹറാമുകളിൽ, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നതിന് പകരം ഉപദ്രവമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഒക്കെ ചെലവഴിക്കുകയാണ്. ആ മനുഷ്യൻ ഏറ്റവും മോശമായ മനുഷ്യനാണ്. അവൻ അറിവില്ല, ഉള്ള സമ്പത്താണെങ്കിൽ മോശമായ വഴിയിലാണ് ചെലവഴിക്കുന്നത്, അവൻ ഏറ്റവും വലിയ നാശത്തിന് കാരണക്കാരനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നാലാമത്തെ ആൾ, അവന് സമ്പത്തും ഇല്ല, അറിവുമില്ല, അങ്ങനത്തെ ആളാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ മൂന്നാമത് പറഞ്ഞ ആളെ പോലെ എനിക്കും ഒരുപാട് സമ്പത്ത് കിട്ടുകയാണെങ്കിൽ ഞാനും ഇതേപോലെ എല്ലാ തിന്മയുടെ വഴിയിലും അടിച്ചു പൊളിക്കും, ഹറാമുകളൊക്കെ ചെയ്യും എന്നൊരു മനുഷ്യൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവനും ആ മൂന്നാമത്തെ ആൾക്ക് ഒരേ തിന്മയാണ് നാളെ ആഖിറത്തിൽ ലഭിക്കുക. സത്യത്തിൽ അവന് സമ്പത്തില്ല, അവന് അറിവില്ല, അവൻ നിയത്ത് ചെയ്യാണ്, മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, എനിക്കും സമ്പത്ത് കിട്ടിയാൽ ഞാനും തോന്നിവാസങ്ങളിലൊക്കെ ചെലവഴിച്ച് ദുനിയാവിൽ തിന്മകളെ വരവേറ്റ് തിന്മകൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞാൻ ജീവിക്കും എന്നൊരു മനുഷ്യന്റെ നിയത്തിന്റെ പേരിൽ മാത്രം അവന് നാളെ ആഖിറത്തിൽ ആ ശിക്ഷ നൽകപ്പെടും. അവൻ തുല്യനാണ് മറ്റവനെ പോലെ തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും രാപ്പകലുകൾ മാറി മാറി മറിയുന്നതും
ദുനിയാവിൽ അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെ കുറിച്ചും പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അള്ളാഹു പറയാണ്, അള്ളാഹുവാണ് മരണത്തെ സൃഷ്ടിച്ചവൻ, ജീവിതത്തെ സൃഷ്ടിച്ചവനും അള്ളാഹുവാണ്. എന്തിനാണ് അള്ളാഹു മരണവും ജീവിതവും ഒക്കെ സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ല അമല് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെയൊക്കെ അള്ളാഹു പറയുന്നത് അഹ്സനു അമല എന്നാണ്. നല്ല അമൽ ആരാണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയാണ്, അക്സറു അമല എന്നല്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അവറുകൾ ഈ ആയത്തിനൊക്കെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, സത്യത്തിൽ പറയേണ്ടിയിരുന്നത് അക്സറു അമല എന്നാണ്. കാരണം അമലിനാണ് ഭാരം കൂടേണ്ടത് നാളെ ആഖിറത്തിൽ. അപ്പൊ ഒരുപാട് അമലുകൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹു ഒരു സ്ഥലത്തും അങ്ങനെ പറയുന്നില്ല. അള്ളാഹു എല്ലാ സ്ഥലത്തും പറയുന്നത് അഹ്സനു അമല എന്നാണ്. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ വകാന അർശുഹു അലൽ മാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അള്ളാഹു 7 ആകാശങ്ങളെ 7 ഭൂമികളെ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് അതിനിടയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, എന്തിനാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്? അതിന്റെ ഒക്കെ ആകെ ചുരുക്കം ഇതാണ്, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അഹ്സനായ അമൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലിലുള്ള ഇഖ്ലാസാണ്, അവന്റെ ഹൃദയത്തിന്റെ നിയ്യത്താണ്. അത് ചെറിയ അമലാണെങ്കിലും അവന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അത് അള്ളാഹു വളർത്തി വലുതാക്കും, അവൻ ഉയർന്ന പ്രതിഫലം നാളെ ആഖിറത്തിൽ നൽകും. എന്നാൽ വലിയ ഒരുപാട് എണ്ണത്തിൽ വളരെ കൂടുതലുണ്ട്, പക്ഷേ ഉള്ള പൊള്ളയാണ്, അവന്റെ ഹൃദയത്തിന്റെ നിയ്യത്ത് മോശമാണെങ്കിൽ അതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അവിടെയും അള്ളാഹു അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഭൂമുഖത്തുള്ള സകലതും ഞാൻ സൃഷ്ടിച്ചത് മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ നോക്കുകയാണ് അവരിൽ ആരാണ് അഹ്സനു അമല ചെയ്യുന്നത്, ഏറ്റവും നല്ല അമലുകൾ ആരാണ് ചെയ്യുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അവറുകൾ വിവരിക്കുന്നുണ്ട്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ഉള്ളും നന്നാകണം പുറവും നന്നാകണം എന്നാണ്. അഖ്ലസഹു വഅസ്വബഹു, അഥവാ ഉള്ളു നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നന്നാവുക, പുറം നന്നാക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യുക. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് അഹ്സനു അമല, ഒരാളുടെ പ്രവർത്തനങ്ങൾ അഹ്സനായി മാറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മുഫസ്സിരീങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു സഹാബി നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയ ചിന്തടക്കൊക്കെ വരാറുണ്ട്. അഥവാ ഞാൻ ചെയ്യുന്നതിന് പേരിൽ ആളുകൾ എന്നെ നല്ല ആളാണ് എന്ന് പറയണം, നല്ല ചെലവഴിക്കുന്ന ആളാണ് എന്ന് പറയണം, നല്ല മനുഷ്യനാണ് എന്ന് പറയണം, എന്നെ കുറിച്ച് ആളുകൾ പുകഴ്ത്തണം എന്ന് ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിൽ തോന്നിപ്പോകാറുണ്ട്, ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അള്ളാഹുവാണ് അതിന് മറുപടി പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് ആ സന്ദർഭത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. പ്രവാചകരെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എന്റെ ഒരു പ്രത്യേകത എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹി അറിയിക്കപ്പെടുന്നു എന്നത് മാത്രമാണ്. തീർച്ചയായും നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല. ആരെങ്കിലും എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ആരെയും ചേർക്കാൻ പാടില്ല, അതിലൂടെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അവന്റെ തൃപ്തിയും പൊരുത്തവും അവന്റെ കരുണയും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അവൻ അള്ളാഹുവിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടാൻ കഴിയുക എന്ന ആയത്ത് ആ സമയത്ത് അവതരിപ്പിക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഇത്തരം നല്ല നിയ്യത്ത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ സഹവസിക്കാനുള്ള വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. നിഷ്കളങ്കരായ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് തോന്നുന്നവരെയാണ് കൂട്ടുകാരാക്കേണ്ടത്. അവരുടെ കൂട്ടത്തിൽ നീ ക്ഷമിച്ചിരിക്കണം. ദുനിയാവിന് വേണ്ടി ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതിർലംഘനം നടത്തുന്ന ആളുടെ കൂട്ടത്തിൽ നീ സമയം ചെലവഴിക്കരുത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഇനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഇ മൻ ഗഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബ ഹവാ വകാന അംറുഹു ഫുറത. അതിർലംഘനം നടത്തിയവർ, അല്ലാഹുവിന്റെ അനുസരണക്കേട് കാണിക്കുന്നവർ,
സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവർ, പിന്നെ അശ്രദ്ധയിലായി എപ്പോഴും കഴിഞ്ഞുകൂടുന്നവർ, അവരെ നീ അനുസരിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നീ കൂട്ടുകൂടരുത്. നീ കൂടെ ഇരിക്കേണ്ടത് ആരുടെ കൂട്ടത്തിലാണ്? അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ വിളിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. വസ്ബിർ നഫ്സക, നിന്റെ നഫ്സിനെ നീ ക്ഷമിപ്പിച്ചിരുത്തണം അവരുടെ കൂട്ടത്തിൽ. മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, അതാണ് അവിടെ ശ്രദ്ധേയമായ കാര്യം. യുരീദൂന വജ്ഹ, അള്ളാന്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ തന്നെ ചിലപ്പോൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെയുള്ള ആളുകളെയാണ് കൂട്ടുകാരാക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്ന് അള്ളാഹു അവരെ പുകഴ്ത്തി പറയുകയാണ് ഖുർആനിൽ. എന്ന് മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വിഷയങ്ങൾ കൂടുതൽ പറയുമ്പോഴാണ് അള്ളാഹു ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നത്. കുടുംബ ബന്ധം ചേർക്കുക, അതുപോലെ തന്നെ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ വഴിയാത്രക്കാരെ സഹായിക്കുക, ഇങ്ങനെ ദാനധർമ്മങ്ങളുടെ വിഷയങ്ങളിലും മറ്റുള്ള സദാചാരങ്ങൾ നന്മകളുടെ വിഷയങ്ങളിലും ഒക്കെ അള്ളാഹ് പ്രത്യേകം ഈ ഒരു വിഷയം ഊന്നിപ്പറയുന്നതായി കാണാൻ പറ്റും. കാരണം ഇതിലാണ് നമ്മുടെ ഇഖ്ലാസ് പ്രധാനമായി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കുടുംബബന്ധം ചേർക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ നീയത്തിന്റെ പോരായ്മ കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ആ നന്മകളൊക്കെ പൊളിഞ്ഞ് താറുമാറായി പോകും. നിങ്ങൾ കുടുംബക്കാർക്ക് കൊടുക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം, വഴിയാത്രക്കാർക്ക് കൊടുക്കണം. അവരുടെ ഹക്ക്, അവരോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം, അവർക്ക് ഗുണം ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറയാണ്, ആരാണോ ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ പ്രീതി കാംക്ഷിക്കുന്നത് അവർക്കാണ് ഉയർന്ന പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുക, അവരാണ് വിജയിക്കുക. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയാണ്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ഒരു രഹസ്യ സംസാരത്തിൽ ഒരു ഖൈറും ഇല്ല, ഒരു രഹസ്യമായ സംഭാഷണത്തിൽ ഒരു നന്മയുമില്ല. അഥവാ മനുഷ്യൻ കൂടിയാലോചിക്കുന്ന കൂടിയാലോചനകളിൽ ഒട്ടുമിക്കതിലും ഒരു ഖൈറുമില്ല. മൂന്ന് കാര്യങ്ങൾ അള്ളാഹു പറയുകയാണ്, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, പരസ്പരം യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം. തമ്മിൽ യോജിപ്പുണ്ടാക്കണം, ആളുകൾക്കിടയിൽ പരസ്പരം ഐക്യമുണ്ടാക്കണം, അതിനുവേണ്ടി പരസ്പരം സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ സദഖ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വിഷയത്തിലാണ് അവൻ കൂടിയാലോചിക്കുന്നത്, സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള നന്മകളുടെ വിഷയം. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഓമൻ ആരെങ്കിലും ഇത് ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവന് വിജയമുണ്ട്. എന്നാൽ അള്ളാഹിന്റെ തൃപ്തി ഇല്ലാണ്ടാണ് ഇത്രയും വലിയ നന്മകൾ ചെയ്താലും അതൊക്കെ ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ അത് നന്മയായിട്ട് എഴുതപ്പെടുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മുഫസ്സിരീങ്ങളുടെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദുനിയാവ് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചാൽ ദുനിയാവിൽ തന്നെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന അറിയുന്നത്. ഒരു സ്ഥലത്ത് ഒരാൾ എന്തെങ്കിലും ലക്ഷ്യം ദുനിയാവ് വെച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യും, ദീനിന്റെ കാര്യങ്ങൾ തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശം ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. അവന് ഞാൻ ദുനിയാവിൽ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കും, പിന്നെ അവർക്ക് ആഖിറത്തിൽ ഒന്നും ഉണ്ടാവില്ല, ദുനിയാവിൽ ഒരു കുറവും വരുത്തൂല. ദുനിയാവിൽ അവൻ ആഗ്രഹിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് അവന് കൊടുക്കും. ധൃതിയിൽ ഞാൻ അവന് കൊടുക്കുന്നതാണ്. അജ്ജൽനാലഹു, പെട്ടെന്ന് കൊടുക്കും, പൂർത്തീകരിച്ചു കൊടുക്കും. പിന്നെ ആഖിറത്തിലോ ഒന്നും ഉണ്ടാവൂല, പെട്ടെന്ന് കൊടുക്കാന്നാണ് ദുനിയാവിൽ തന്നെ കൊടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ആഖിറത്തിൽ അവൻ മദ്മൂമനായിരിക്കും, മദ്ഹൂറനായിരിക്കും, ആക്ഷേപിക്കപ്പെട്ടവനായിരിക്കും, നിന്ദിക്കപ്പെട്ടവനായിരിക്കും. എത്രയോ നന്മകൾ ചെയ്ത ആളുകൾ ഇതുപോലെ ആഖിറത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന നന്മയുടെ 3 വിഷയങ്ങളാണ് പ്രവാചകൻ അതിൽ പറഞ്ഞത്. ഒന്ന് ഷഹീദാണ്, അള്ളാന്റെ മാർഗത്തിൽ പടപൊരുതി ആ വഴിയിൽ തന്റെ ശരീരം തന്നെ സമർപ്പിച്ച് രക്തമൊലിച്ച് ആ വഴിയിൽ ഷഹീദായി കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നാളെ ആഖിറത്തിൽ അല്ലാഹു കൊണ്ടുവരും. അള്ളാഹു ചോദിക്കും, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? ആ മനുഷ്യൻ പറയും, എന്റെ ജീവൻ തന്നെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചു, ആ വഴിയിൽ ഞാൻ രക്തമൊലിപ്പിച്ചു. അള്ളാഹു പറയും, നീ വലിയ ധീരനാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം നീ ചെയ്തതാണ്, അതായിരുന്നില്ല നിന്റെ ലക്ഷ്യം. അത് പറയപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ നിനക്ക് ഒരു പ്രതിഫലവും ഇല്ല. രണ്ടാമത്തെ ഒരു ആലിമിനെയും ഒരു ഖാരിനെയും കൊണ്ടുവരും.
നല്ല ഖുർആൻ പാരായണക്കാരനാണ്, നല്ല അറിവുള്ള ആളാണ്, നല്ല രീതിയിൽ ആളുകളോട് സംസാരിക്കുന്ന ആളാണ്. അവനോട് ചോദിക്കൂ, നീ എന്താ എനിക്ക് വേണ്ടി ചെയ്തത്? അപ്പൊ അവൻ പറയൂ, ഞാൻ അറിവ് പഠിച്ചു, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു, ഞാൻ അതോട് നമസ്കരിച്ചു, ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അള്ളാഹു പറയൂ, നീ വലിയ മഹാനാണ്, നീ വലിയ ആലിമാണ്, നീ വലിയ കാര്യാണെന്നൊക്കെ ജനങ്ങൾ നിന്നെ കുറിച്ച് പറയണം, അതിനുവേണ്ടി നീ ചെയ്തതാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നിനക്കൊന്നും എൻ്റെ അടുക്കലില്ല. മൂന്നാമതൊരു മനുഷ്യനെ കൊണ്ടുവരും. ആ മനുഷ്യൻ ഒരുപാട് ധർമ്മം ചെയ്ത വലിയ സമ്പന്നനാണ്. ആ മനുഷ്യനോട് ചോദിക്കും, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? അള്ളാഹുവിനോട് ആ മനുഷ്യൻ പറയും, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു, നന്മയുടെ വഴിയിലൊക്കെ ചെലവഴിച്ചു. അള്ളാഹു പറയും, നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് പറയണമെന്നൊരു നിയ്യത്തായിരുന്നു നിന്റെ മനസ്സിലുണ്ടായിരുന്നത്, അത് നിന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിനക്ക് എന്റെ അടുക്കൽ ഒരു പ്രതിഫലവും നിനക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് തിരിച്ചേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ നിയ്യത്തുകൾ നന്നായിട്ടില്ല എങ്കിൽ അല്ലാഹു മുശ്രിക്കീങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവരൊരുപാട് നന്മകളായിട്ട് വരും, സാമൂഹ്യ പ്രവർത്തനങ്ങള്, ജനോപകാരപ്രദമായ കാര്യങ്ങള്. പക്ഷെ ആഖിറത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വിതറപ്പെട്ട ധൂളികളെ പോലെ നാം പറത്തിക്കളയും. അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെയും അവസ്ഥ. നമ്മൾ ഹൃദയത്തിന്റെ നിയ്യത്ത് നല്ലതല്ലെങ്കിൽ മൻ സല്ലാ യുറായി ഫഖദ് അശ്റക. ബഹുമാനപ്പെട്ട ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുകയാണെങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. ശിർക്ക് ചെയ്തവനെ പോലെ എന്നല്ല, അവൻ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാ പ്രവാചകൻ പറഞ്ഞത്. എത്ര കടുപ്പുള്ള വാക്കാണ് പ്രവാചകൻ പറയുന്നത്. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നോമ്പെടുക്കുന്നതെങ്കിൽ അവനും ശിർക്ക് ചെയ്യുകയാണ്. ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ദാനധർമ്മം ചെയ്യുന്നതെങ്കിൽ അവനും ശിർക്ക് ചെയ്യുകയാണ്. ഇതിനൊക്കെ അർത്ഥം നമ്മൾ ഇതൊന്നും ചെയ്യണ്ടെന്നല്ല, മറിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇഖ്ലാസ് ഒറ്റടിക്ക് വരുന്ന കാര്യമല്ല, അത് പതുക്കെ പതുക്കെ വരുള്ളൂ. ഒരു അമല് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇഖ്ലാസിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു അതിൽ ഇഖ്ലാസ് ഇട്ട് തരികയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമല് തന്നെ നിർത്തിക്കളയണം എന്നല്ല ഇതിന്റെ ഒക്കെ അർത്ഥം. മറിച്ച് നമ്മൾ ചെയ്യുന്നത് അത് സ്ഥിരമായി ചെയ്യുക, അത് നിലനിർത്തുക, അതിൽ ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇഖ്ലാസ് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ്, അത് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. അതിൽ ചില സമയത്ത് ശൈത്താൻ വസ്വസകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക എന്നതാണ് അതിന് പരിഹാരം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ശിർക്കുകളും ഇഖ്ലാസിനെതിരായ ചിന്തകളും ഒക്കെ മിൻ ദബീബിൻ നംൽ, ഉറുമ്പിന്റെ കാലിന്റെ ചലനങ്ങളെക്കാൾ നേരിയ രീതിയിൽ കടന്നു വരും. ശൈത്താൻ ഉണ്ടാക്കും വസ്വസകൾ. സഹാബാക്കൾക്ക് വലിയ ബേജാറായി. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് അതിന് പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക അല്ലാഹുവിനോട്, അല്ലാഹുമ്മ അഊദു ബിക അൻ നുശ്രിക ശൈഅൻ വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, അറിഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന നിയ്യത്തിൽ കളങ്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യവും വന്നു പോകാതിരിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. ഇത് ഞാൻ അറിയാതെ, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല, മനസ്സിൽ പല ചിന്തകളും കടന്നു വരും. അങ്ങനെ അറിയാതെ എന്റെ ഹൃദയത്തിൽ എങ്ങാനും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞാൻ അതിൽ നിന്നോട് കാവൽ തേടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി സഹാബാക്കളോട് പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട സഹാബാക്കൾ അവര് നേതൃത്വം അമീറുകളായ സന്ദർഭത്തിലൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാർക്ക് കത്തുകൾ എഴുതുമ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞ കാര്യം, നിങ്ങൾ എന്ത് നന്മകൾ ചെയ്താലും അതിലൊക്കെ ഇഖ്ലാസിനെ മുറുകെ പിടിക്കണം, അള്ളാന്റെ തൃപ്തിയെ മുറുകെ പിടിക്കണം. നമ്മുടെ ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്, അതിലും പ്രവാചകൻ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അവന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ചെലവുകൾ പോലും അവന് സദഖയാണ് എന്നാണ്. അവിടെ ഇബ്തിഗാ വജ്ഹില്ല എന്ന് പ്രത്യേകം പറയുന്നതായി കാണാൻ പറ്റും. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ഭാര്യക്കും മക്കൾക്കും, അങ്ങനെ ജനങ്ങൾക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്കാകണം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അവർക്ക് കത്തെഴുതിയപ്പോൾ ആ കത്തിൽ എഴുതി, നിന്റെ നിയ്യത്ത് നീ നന്നാക്കണം എല്ലാ പ്രവർത്തനങ്ങളിലും. അങ്ങനെയാണെങ്കിൽ കഫാഹുല്ലാഹു ബൈനഹു വബൈനൻ നാസ്, നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നീ ആരെയും ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല.
പിന്നെ നിന്നെ അള്ളാഹു സംരക്ഷിക്കും ജനങ്ങൾക്കിടയിൽ നിന്നും. അതുപോലെ തന്നെ നിന്നെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നിന്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ, നിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു കാലം ചെയ്യും, പിന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അത് നിർത്തിക്കളയും. അതുകൊണ്ട് നീ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് മതിയായവനാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവർ എഴുതിയതായി കിതാബുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ അമലുകളിലും, എല്ലാ മേഖലകളിലും ഈ ഒരു ഉയർന്ന ഗുണം നമ്മൾ മുറുകെ പിടിക്കണം. അതിലൂടെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം നൽകും. അള്ളാഹു നമുക്ക് ആ ഉയർന്ന ഗുണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ അള്ളാഹു നമ്മുടെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.